ജാഗ്രത പാലിക്കാമെന്നതാണ് സാഹചര്യം. ആലപ്പുഴയിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകണം. ശരണ്യുണ്ട്. ശരണ്യ നേരത്തെ ഓട്ടോ തൊഴിലാളികളുടെ ബുദ്ധിമുട്ട് ആലപ്പുഴയിൽ നിന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. സ്വാഭാവികമാണ് ശരണ്യ സൂചിപ്പിച്ച അവരുടെ പ്രതികരണത്തിൽ ഒരു കാര്യം വ്യക്തമാകും. നമ്മുടെ ഈ ദേശീയപാത വികസനവും റോഡ് വികസനവും ഒക്കെ വരുമ്പോൾ റോഡിലുള്ള ഒരു തണൽ മരങ്ങൾ പോലും അവശേഷിക്കുന്നില്ല, അതുകൂടി നഷ്ടപ്പെടുകയാണ്. റോഡ് വികസിക്കണം, പക്ഷേ അതിനിടയിൽ ഈ തണൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ബുദ്ധിമുട്ട് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. അതൊരു സാഹചര്യമാണ്. ഈ ഓട്ടോ തൊഴിലാളികളും മറ്റും നേരിടുന്ന പ്രതിസന്ധി അതിരൂക്ഷമാണല്ലേ ശരണ്യ? എന്താണ് അവരൊക്കെ പറയുന്നത്? ഈ ബുദ്ധിമുട്ടിലും ജോലി ചെയ്യേണ്ടി വരുന്നു അല്ലേ? സജിത്ത്, ഞങ്ങളിപ്പോൾ ഉള്ളത് പാതിരപ്പള്ളി ജംഗ്ഷനിലാണ്. ഇവിടെ ഒരു വലിയ ആൽമരം, അതായത് ഈ പ്രദേശത്തെ മുഴുവനും തണൽ വിരിച്ചുകൊണ്ട് ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. അത് അവിടെ തൊട്ടപ്പുറത്തായിട്ട് വെട്ടിമാറ്റിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അനിവാര്യമായി അത് നീക്കം ചെയ്യേണ്ടതായി സർക്കാരിന് വന്നതാണ്. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റമുണ്ടല്ലോ, അത് വലിയ തോതിൽ പ്രതിഫലിക്കുമ്പോൾ ഇത്തരം ചെറിയ ആശ്വാസങ്ങൾ പോലും മനുഷ്യന് നഷ്ടമായ സാഹചര്യമുണ്ട് എന്നുള്ളത് വലിയ ദുഃഖകരമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഒക്കെ ഒരു സാഹചര്യമാണ്. അവര് ഇവിടെയൊക്കെ മുമ്പ് മരങ്ങൾ ഉണ്ടായിരുന്നു. ആ മരങ്ങൾ നീക്കം ചെയ്തതോടുകൂടി ചുട്ടുപൊള്ളുന്ന ചൂടാണ്. കാരണം നമ്മൾ സാധാരണ ഒരിടത്തൊരു ഓഫീസുകളിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ തണലിടങ്ങൾ നോക്കി ജോലി ചെയ്യുന്നത് പോലെ അല്ല ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇവർ ഈ ദേശീയപാത നിർമ്മാണം കൂടി വന്നതോടുകൂടി തിളച്ചു പൊന്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അത് തൊഴിലാളികൾക്ക് വലിയ തോതിൽ അത് അവർ ബാധിക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ റെക്സിൻ അറിയാലോ, ഈ റെക്സിൻ എന്ന് പറയുന്നത് അത് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ഓട്ടം പോകണമെങ്കിൽ അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വണ്ടിയിൽ ആളുകൾ കയറണമെങ്കിൽ ഇവിടെ തന്നെ ഇവർ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കുടിവെള്ളമടക്കം മറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഇടങ്ങളിലൊക്കെ ഒന്ന് സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് കുറച്ച് കുടിവെള്ള സംഭരണികളൊക്കെ വെച്ചാൽ വലിയ ആശ്വാസം ജനങ്ങൾക്ക് ആവുമായിരിക്കും അല്ലേ? ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു വെള്ളം വിതരണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇവിടെ ആരും അങ്ങനെ പ്രത്യേകിച്ചായിട്ടും ഇങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു ചൂടാണ്. നമ്മളിപ്പോൾ ഈ വെയിലത്ത് ഇച്ചിരി നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ പുറകിലോട്ട് പോയി ഇരിക്കുകയാണ് പതിവ്. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കയറി നേരെ അങ്ങ് പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പണ്ടത്തെ ആൽമരത്തിനെ ഓർക്കുന്നുണ്ടായിരിക്കും. പണ്ടത്തെ ആൽമരം ഇപ്പൊ ഓർക്കുമായിരുന്നു. ഇപ്പൊ അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആശ്വാസമായേനായിരുന്നു. പക്ഷെ അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. നമ്മളോട് ഇവിടെ ഇപ്പൊ ഒരു ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു ആളുണ്ട്. എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. ലോട്ടറിയുമായിട്ട് ഇങ്ങനെ ഓരോ ഇടങ്ങളിലേക്കും നടക്കുവാണ്. ഞാൻ കണ്ടു കുറെ നേരമായിട്ട് വെയിലത്ത് നടക്കുന്നു. നല്ല ചൂടാണ്, സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. സഹിക്കാതിരിക്കാൻ ഒക്കുവോ? ജീവിക്കണ്ട്. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കച്ചവടം വളരെ മോശം, വളരെ മോശമാണ്. പ്രൈസ് കുറവ്. ഇപ്പോ പിന്നെ എത്ര സമയം വരെ കച്ചവടം ചെയ്യാറുണ്ട്? 3 മണി വരെ ചെയ്യണം. 3 മണി വരെ നിൽക്കുന്നുണ്ട്. നിരക്കെടുക്കുന്ന നല്ല തീരത്തുള്ളൂ, അല്ലാതെ ഇത് തീരത്തില്ല. കാര്യം പ്രൈസ് കൊടുത്താലേ ആൾക്കാർ എടുക്കത്തുള്ളൂ. ഇത് നമ്മൾ നിർബന്ധിച്ചെടുക്കുന്നു. ഇപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ടെടുത്ത എന്റെ സുഹൃത്താണ്. പരസ്പര സഹായം അത്രേ ഉള്ളൂ, അല്ലാതെ ഇത് ആവശ്യം ഉണ്ടായിട്ട് എടുത്തതല്ല. ഇപ്പൊ നമ്മുടെ പഴയ സാഹചര്യം പോലല്ലോ, പൊതുവെ നിരത്തിൽ ഇറങ്ങുന്ന ആളുകളും കുറഞ്ഞല്ലോ. അത് ചൂടുകൊണ്ട്. അത് ഒന്നാമത്തെ കാര്യം തൊഴിലില്ല. പൊതുവെ തൊഴിലില്ലാതിരിക്കുമ്പോൾ പുറത്തോട്ട് വന്നിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ ചൂട്. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഇപ്പൊ അയാൾക്ക് ആവശ്യം ഉണ്ടായിട്ട് എടുത്താൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് 2 എണ്ണം എടുത്തന്നേ ഉള്ളൂ. അങ്ങനെ കച്ചവടം ഭയങ്കര കുറവാണല്ലേ? ഒത്തിരി കുറവ്. ചേട്ടാ, നമ്മള് ഈ പാതിരപ്പള്ളി ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന ആൽമരം അല്ലേ, ആൽമരത്തിന്റെ ഒരു വിടവ് ഇപ്പൊ എന്താ തോന്നുന്നത്? ഈ കാലാവസ്ഥ ഇങ്ങനെ ചുട്ടുപൊള്ളുമ്പോ. ആൽമരം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആലിന്റെ ആ വായു ശ്വസനമൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പോകുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൽമരം ഇപ്പൊ ഈ ഓട്ടോ എടുക്കുന്ന സ്ഥലത്തല്ലേ മരം ഉണ്ടായിരുന്ന? അത് തന്നെ, മരം ഉണ്ടായിരുന്നു. ആ മരം വെച്ചാളെ ഞങ്ങൾ കണ്ടിരുന്നു. ആ മരം വെച്ച ആൾ വെട്ടുന്നത് നോക്കി ആൾക്ക് ഭയങ്കര സങ്കടം വന്നു. അതൊക്കെ ഞങ്ങളോട് ഞങ്ങളോട് സംസാരിച്ചു. ഈ മരം വെച്ച ആൾ ഇവിടെ വന്നിരുന്നു അല്ലേ വെട്ടുന്ന സമയത്ത്? വെട്ടുന്ന സമയത്ത് വന്നു, യാദൃശ്യമായിട്ട് വന്നതാണ്. അവിടെയാണ് മരം വെട്ടുന്നത്. പുള്ളി ഒരു അരമണിക്കൂറോളം ഇവിടെ നിന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പുള്ളി പറയുന്നത്, ഇത് ഞാനും അച്ഛനും വെച്ചതാണ്. അത് വെട്ടുമ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു പ്രയാസമുണ്ട്, അങ്ങനെ നിന്ന് പോയതാണ്. ഈ ആ ഒരു സങ്കടം അല്ലേ ഇപ്പൊ എല്ലാവരും നമ്മൾ കാലാവസ്ഥയൊക്കെ മാറുമ്പോഴാണ് നമ്മൾ ഈ മരങ്ങളുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത് അല്ലേ? അത് തന്നെ, മരങ്ങൾ ചെയ്ത സേവനങ്ങളെ കുറിച്ച് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. മരങ്ങൾ നമുക്ക് ചെയ്യുന്ന സേവനങ്ങൾ ഇപ്പോൾ വെയിലത്ത് കിടക്കുമ്പോൾ നമ്മൾ ഓർക്കും എന്ത് സേവനമാണ് അത് ചെയ്തത് എന്നൊക്കെ.
ഈ ദേശീയപാത നിർമ്മാണം വന്നത് ഒരു വലിയ പ്രശ്നമായില്ലേ? പ്രശ്നമായെന്ന് പറഞ്ഞാൽ അതെന്തായാലും നമുക്ക് വികസനം വേണം. എന്നാലും നമ്മളൊരു ഈ ദേശീയപാതയുടെ അരികിലുള്ള ആളുകളുടെ അവസ്ഥ ഒരു ഭീകരാവസ്ഥയാണല്ലേ, ഒരു നിർമ്മാണം പൂർത്തിയാകുന്നവരെ. മരം വെക്കാനും പറ്റണില്ല, എവിടെ വെക്കാം നമുക്ക് സാധാരണ അല്ലേ? മരം വെക്കാനായിട്ട് സ്ഥലമില്ല. പിന്നെ മരം വെച്ചു കഴിഞ്ഞാലും അത് സംരക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ മേലോട്ട് ഉയർന്നു പോകത്തില്ല. അത് ലൈനുണ്ട്. ഇതിൽ എവിടെ വെക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ ആർക്കും. ഇപ്പം ഒരു തല്ലിമരമാണെങ്കിലും ഒന്ന് വെച്ച് പെട്ടെന്ന് ഒന്ന് ഒരു ഇല പടർത്തി അല്ലേ ഒരു തണല് തരണമെങ്കിൽ സർക്കാർ ഒരു സ്ഥലം കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങളെ വെച്ചുപിടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിനൊരു സൗകര്യം കിട്ടണം. അതെ, അതാണ് അവര് സൈറ്റ് പറയുന്നത്. അതായത് ഒന്ന് ഏതെങ്കിലും സ്ഥലം ഒന്ന് എവിടെയാണെന്നൊരു ആർക്കും ഒരു ഐഡിയ ഇല്ല. കാരണം ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതോടുകൂടി പിന്നെ ഏത് ഭാഗത്താണ് ഉപയോഗിക്കാൻ കഴിയുക, ഇവിടെ മരം വയ്ക്കാൻ കഴിയുക. ഇപ്പൊ ആലപ്പുഴ ബീച്ചിൽ നോക്കുവാണെങ്കിൽ ആലപ്പുഴ ബീച്ചിൽ ഒരു സൈഡ് മുഴുവൻ തല്ലിമരങ്ങൾ ഉണ്ടായിരുന്നു. ദേശീയപാത നിർമ്മാണം വന്നപ്പോൾ അതെല്ലാം വെട്ടി. പക്ഷെ അവർ ബീച്ചിലേക്ക് ഇറക്കി പുതിയ മരങ്ങൾ വെച്ച് കുറച്ച് ഹൈറ്റിലായി തുടങ്ങി ആ മരങ്ങളൊക്കെ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. താറ് തിളച്ചു തുടങ്ങുമ്പോൾ ചൂട് കൊണ്ട് നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. യെസ്, അതാണ് ശരണ്യ സൂചിപ്പിച്ചത്. എന്തായാലും ശരണ്യ സൂചിപ്പിക്കുന്ന പോലെയുള്ള സാഹചര്യം ഇതിലേക്ക് വരുന്നു. ഇന്നലെ ഈ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഉഷ്ണതരംഗ ഭീഷണിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു ലേഖനത്തിലെ വരികൾ ഞാനൊന്ന് കോട്ട് ചെയ്യാം. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഇതാണ്: ആഗോള തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ് കേരളത്തിലും നേരിടുന്ന ഈ പ്രതിസന്ധി. പക്ഷേ നഗരമേഖലകളിൽ അത് കൂടുതലായി അനുഭവപ്പെടുന്നു, ഗ്രാമീണ മേഖലകളിൽ ചെറിയ ആശ്വാസം വരുന്നു എന്നതാണ്. പക്ഷേ ചൂടത്തും പുറത്തിറങ്ങേണ്ടി വരുന്നവർ നേരിടുന്ന പ്രതിസന്ധി അതിലും വളരെ വലുതാണ്. ഈ പ്രതിസന്ധി